Yes. Hello. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. വോട്ടൊക്കെ ചെയ്തില്ലേ? നിങ്ങൾക്ക് വോട്ട് ഇന്നലെ ആയിരുന്നോ? ചിലവർക്കൊക്കെ ഇനി അടുത്ത ദിവസമാണെന്ന് തോന്നുന്നത് അല്ലേ? നാളെയാന്ന് തോന്നുന്നത്. എല്ലാവർക്കും നാളെയാണോ വോട്ടൊക്കെ? നാളെയാണ്. ഓ, ഞങ്ങളുടെയൊക്കെ ഇന്നലെ ആയിരുന്നു. ഓ, നിങ്ങൾക്കൊക്കെ നാളെയാണ് അല്ലേ? ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പഠിച്ച് വോട്ട് ചെയ്തവരും ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരാണോ? ഉള്ളവരായിരിക്കാം ചിലപ്പോ അല്ലെ? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലൊക്കെയാണെന്ന് തോന്നുന്നു നാളെ. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ നാളെ ചെയ്യാനുള്ളവര് നല്ല ആളുകളെ ചൂസ് ചെയ്യുക, നമുക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്നവരെ. ഓക്കെ, അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതാണ് ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് അല്ലെ? അതായത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ വരുന്ന ചില കോൺസെപ്റ്റുകളാണ്. അതില് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, അതായത് ഒരു ഓർഗനൈസേഷൻ നമ്മൾ അതിന്റെ ഘടന എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ എന്താണോ എംപ്ലോയീസ് പെർഫോം ചെയ്യേണ്ടത് അത് അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചെടുക്കുക, ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുക. അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന തൊഴിൽ സംതൃപ്തി, ആ തൊഴിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ ഏറ്റവും ആദ്യത്തെ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. അതോറിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, ദീസ് ടു ഡെലിവർ ഇൻഡിവിജ്വൽസ്, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും എന്താ പറയാ ദ പവർ ടു ആക്ട് അല്ലെങ്കിൽ ദ റൈറ്റ് ടു ആക്ട്, അവർ എന്തൊക്കെ ചെയ്യണം അല്ലെ, ടു ടേക്ക് ഡിസിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക. അവരെന്താണ് ചെയ്യേണ്ടത്, അവരുടെ ജോലിയിൽ അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ അവരെങ്ങനെ പ്രൊക്യൂർ ചെയ്യണം, മാത്രമല്ല മറ്റുള്ളവർക്ക് എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഡിറക്ഷൻസ് കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന പ്രാബല്യത്തിൽ വരുത്തുക. എന്നാലാണ് നമുക്ക് ഓരോ ജോലിയുടെയും റെസ്പോൺസിബിലിറ്റീസ്, ആ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു കടമ എല്ലാവർക്കും വേണ്ടിയിട്ട് വിരിച്ച് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെ? അടുത്തത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് എംപ്ലോയീസ് വൈൽ പെർഫോമിംഗ് ദെയർ ഡ്യൂട്ടീസ് ദേ ഹാവ് ടു ബി സൂപ്പർവൈസ്ഡ്. അതായത് അവരുടെ പെർഫോമൻസുകളൊക്കെ നന്നായി സൂപ്പർവൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളുടെ കണ്ണൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചില എന്താ പറയാ ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന എംപ്ലോയീസ് ചിലപ്പോ എന്താ പറയാ അവർ ചെയ്ത പെർഫോമൻസിൽ ചീറ്റിങ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട്
സൂപ്പർവിഷൻ ഇറ്റ്സ് വെരി നെസസറി. അത് വളരെ നന്നായിട്ട് തന്നെ ഓർഗനൈസേഷൻ ചെയ്യണം. അത് അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഒന്നാണ്. Then degree of specialization. When we do some duties, responsibilities regularly and in repetitive nature, തീർച്ചയായിട്ടും നമ്മൾ ചില ജോലികളൊക്കെ വളരെ റുട്ടീൻ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ we become expert or specialized in that particular field. ആ ഒരു ഏരിയയിൽ നമ്മൾ ആരാകും, വിദഗ്ധരായി മാറും. അപ്പൊ അത്തരം ആ വൈദഗ്ധ്യം അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസേഷൻ, ആ എക്സ്പെർട്ട്നെസ് കൊണ്ടുവരാൻ എന്താണ് പറയാ, നമ്മുടെ ഡെയിലി ടാസ്കുകൾ, ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ. അപ്പൊ ഇപ്പൊ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ജോലി എല്ലാ ദിവസവും ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ ബിക്കംസ് ആൻ എക്സ്പെർട്ട്, ആ ഒരു ടീച്ചിങ് എക്സ്പെർട്ട് ആകും. അങ്ങനെ ഒരു മേഖലയിലും അപ്പൊ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ ഇങ്ങനെ റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ. മാത്രമല്ല നമുക്കത് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദ വർക്കർ ബിക്കംസ് എക്സ്പെർട്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. ആ ജോലിയിൽ ആള് എക്സ്പെർട്ട് ആകുകയും ചെയ്യും. അതാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധരാകുക. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്ന മറ്റൊരു കാര്യമായിരുന്നു കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആയിരിക്കണം. എന്ത് കാര്യങ്ങളും മറ്റു ആളുകളുമായിട്ട് ഓർഗനൈസേഷൻ വിതിൻ ദ ഓർഗനൈസേഷൻ ആർക്കൊക്കെയാണോ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടത് അത് പ്രോപ്പർ ചാനലിൽ കൂടി തന്നെ പോട്ടെ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു അത് അവിടെ എത്തിച്ചേക്കണം എന്ന് ആരോടെങ്കിലും പറയുന്നു, അത് അവിടെ എത്തിയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ചാനലിലൂടെ അല്ല അത് അവിടെ എത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും പല എംപ്ലോയീസും അറിയുന്നില്ല, അറിയാതെ പോകുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. എംപ്ലോയിയും എംപ്ലോയീസും തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ആക്ഷനിലോ പ്രവർത്തിയിലോ ചിലപ്പോൾ അത് ബോധ്യപ്പെട്ടൊന്നും വരില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ മാനേജ്മെന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ, മാനേജ്മെന്റിന് എംപ്ലോയീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങനെ, അത് പ്രോപ്പർ ചാനലിലൂടെ അവിടെ എത്തുന്നുണ്ട് എന്ന് കൂടി നമുക്ക് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു കോൺസെപ്റ്റുകളാണ്. 5 പറഞ്ഞു കഴിഞ്ഞതായിരുന്നു നമ്മള്. ആൻഡ് നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നായിരുന്നു നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള കുറച്ച് ഓൾഡ് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു റിഫൈൻഡ് ഫോമാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തൊഴിൽ എന്ന് പറയുന്നത് ഈ മാൻ മെഷീൻ ഒരു ഓപ്പറേറ്റേഴ്സ് മാത്രം, അവരെ മാത്രം മാനേജ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ നമ്മൾ പറഞ്ഞു ഇന്ന് അങ്ങനെയല്ല. ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ഹാവ് ടു ബി മാനേജ്ഡ്. എല്ലാ എംപ്ലോയീസിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. കാരണം എന്താ പറയാ, ഇപ്പൊ മെഷീൻസുമായിട്ട് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല ഉഴപ്പാൻ സാധ്യതയുള്ളത്. ഏത് ഏരിയയിൽ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിലും പല രീതിയിലും എന്താ പറയാ ഇതുപോലെയുള്ള ഐഡിയലാകാനോ അല്ലെങ്കിൽ ജോലി കൃത്യമായിട്ട് അവരെ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ അക്യുറേറ്റ് ആയിട്ടും വിത്തിൻ ടൈം ഒക്കെ ചെയ്യാതിരിക്കാനോ ഒക്കെ സാധ്യതകൾ ചാൻസസ് ഉണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് മാറി മാൻ മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ മാത്രം മാനേജ് ചെയ്യുന്ന കോൺസെപ്റ്റിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഇപ്പോ ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലേക്ക് നമ്മൾ ഇനി കടക്കുകയാണ്. As we have said in the first part of the chapter, we know that among the 4 components of business organization, we know that human resource is the most important thing. അല്ലേ? നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ പറഞ്ഞു 4 components of ബിസിനസിന്റെ 4 കമ്പോണന്റുകൾ ഏതൊക്കെയായിരുന്നു? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു മെൻ. മെൻ എന്ന് പറയുന്ന ബ്രാക്കറ്റിലൂടെ കൊടുത്തിരുന്നു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ദ ബിസിനസ് ഈസ് ഓൾസോ റിഗാർഡഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ്, വാല്യുബിൾ ആയിട്ടുള്ളത്, വാല്യുബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ മൂല്യമുള്ളത് മനുഷ്യത്വത്തെയാണ്. കാരണം മനുഷ്യ വിഭവം എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളും കേപ്പബിലിറ്റീസ്, പൊട്ടൻഷ്യൽസ്, ബുദ്ധിബോധം ഒക്കെ ഉള്ളതാണ്. ഈ ഹ്യൂമൻ ബീയിങ് ഉണ്ടാക്കുന്നതാണ് പല മെഷീൻസും. നമ്മളുടെ വർക്കുകളെയൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ, പല ജോലികളെയും ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഒരുപാട് മെഷീൻസ് ഇന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെ? പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ കണ്ടുപിടുത്താണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം ഈ മെഷീൻസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസും സ്കില്ലും നോളജും ഒക്കെ ഉള്ളത് ആർക്കാണ്? മനുഷ്യനെയാണ്. കാരണം മനുഷ്യന്റെ കയ്യിൽ നിന്നും ഉരുത്തിരിഞ്ഞാണല്ലോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്.
മറ്റ് മണി ഓർ ഫിസിക്കൽ ആയിട്ടുള്ള മറ്റ് അസറ്റ്സിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അത് വീണ്ടും അവരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സോ as it is most valuable asset, it should be our human resource, human manpower planning is the most important process in the management. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ചെയ്യപ്പെടേണ്ട മേഖലകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഹ്യൂമൻ റിസോഴ്സുകളെ അല്ലെങ്കിൽ ഹ്യൂമൻ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മാൻ പവറിനെ പ്ലാൻ ചെയ്യുക. മാൻ പവർ മീൻസ് ഹ്യൂമൻ റിസോഴ്സ്. അതിന്റെ മറ്റൊരു സിനോണിം ടേം ആണ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാരുടെ എന്താ പറയാ, ഒരു എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ കമ്പോണൻസ് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ്ങിനകത്ത് എന്താ പറയാ, മാൻ പവറിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും, ഹൗ ടു റിക്രൂട്ട് ദം, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് റിക്രൂട്ടിംഗ്, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് സെലക്ഷൻ, ഇന്റർവ്യൂസ് അല്ലെ, അതുപോലെ അപ്പൊ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രം ദ ബിഗിനിങ് റിക്രൂട്ട്മെന്റിന്റെ ഏർലി സ്റ്റേജസ് മുതൽ. റിക്രൂട്ട്മെന്റ് പെട്ടെന്ന് നടത്താൻ പറ്റുന്നതല്ല. ഒരു ഓർഗനൈസേഷനിൽ if there are some vacancies, it cannot be filled, that gap cannot be filled as early as possible. എത്രയും പെട്ടെന്ന് നമുക്കത് എന്താ പറയാ വേക്കൻസീസ് ഫിൽ ചെയ്യണം. പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. അത് എളുപ്പമുള്ള കാര്യവും കൂടിയല്ല. കാരണം ഇതിന്റെ മുമ്പിൽ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയിലുണ്ട് അല്ലെ. റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് എത്ര വേക്കൻസി ഉണ്ടെന്ന് അതിന് മുമ്പേ ആദ്യം അറിയണം. ആ വേക്കൻസീസ് ശരി തന്നെയാണോ എന്നറിയണം അല്ലെ. ഇങ്ങനെ ഓരോ ഫീൽഡിലെ മാനേജേഴ്സ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സോ ലൈൻ മാനേജേഴ്സോ requisite that they need some manpower in particular departments. അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കുറച്ച് എംപ്ലോയീസിനെ വേണമെന്ന് അവര് റിക്വസ്റ്റ് ചെയ്യാണ്, റിക്വസിഷൻ വെക്കുകയാണ്, പർച്ചേസ് ഓർഡർ വെക്കുകയാണ്. ഇത്ര എംപ്ലോയീസ് ഇന്ന ഡിപ്പാർട്ട്മെന്റില് എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ഒരു 5 വേക്കൻസി ഉണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു 2 വേക്കൻസി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ്സ് പറയുമ്പോൾ അത് ഈസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട്, അത് ശരിയാണോ, ആ ഗ്യാപ്പ് കറക്റ്റ് തന്നെയാണോ, ആ ആള് ഇല്ല എങ്കിലും they can do it better, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അത് കറക്റ്റ് ആണോ നോക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യണം. ഇത്ര എംപ്ലോയീസ് ഇന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ വേണം എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ് ചെയ്യുന്നു. അഡ്വർടൈസ് ചെയ്യുമ്പോൾ തന്നെ they have to decide about the salary to be offered അല്ലെ. നമ്മൾ എത്ര സാലറി കൊടുക്കും വരുന്നവർക്ക്. അപ്പൊ അതും അതിന്റെ ഇടയിൽ പ്ലാൻ ചെയ്യണം. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഇറ്റ്സ് നോട്ട് എന്താ പറയാ ഈസി ടാസ്ക്. അത് എളുപ്പമല്ല നമുക്കത് പെട്ടെന്ന് തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. പക്ഷെ മാനേജ്മെന്റ് എന്താണ്, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മാൻ പവർ. ഇപ്പോഴത്തെ കറന്റ് മാൻ പവർ പൊസിഷൻ എന്താണ്, ഇപ്പോഴത്തെ നമ്മളുടെ മാൻ പവർ ഈ നിലവിലുള്ള എംപ്ലോയീസ് ഒക്കെ തന്നെ മതിയോ, അല്ലെങ്കിൽ വി ഹാവ് ടു മേക്ക് സം ഡിസിഷൻ ഫോർ ഡിസൈഡ് മാൻ പവർ. അല്ല, ഇത് പോരാ, ഇതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് മാൻ പവർ വേണം, ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ, അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ള മാൻ പവറിനെ വേണം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ ആരാണ് എടുക്കേണ്ടത്, മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ സോ ദാറ്റ് അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇവരുടെ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. So through planning, ഈ നല്ല രീതിയിലുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ they can choose the right number of employees, candidates, അല്ലെങ്കിൽ right people, right kind of people, right place, right time നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നല്ല പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളെ പ്ലാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര ആളുകൾ വേണം, എങ്ങനെയുള്ള ആളുകളാണ് വേണ്ടേ, അങ്ങനെയൊക്കെ ഏത് ടൈമിൽ വേണം, ഈ മാസം തന്നെ വേണോ, നെക്സ്റ്റ് മന്ത് ബിഗിനിങ് മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് they take decisions. അപ്പൊ അതിനൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒരു നല്ല ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ടെങ്കിലേ പറ്റൂ. ബിക്കോസ് അതാണ് എന്ന് വെച്ചാൽ എന്താ പറയാ ഒരു ലോങ് റേഞ്ച് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ. ഇന്ന് വന്നു, ഒരു മാസം നിന്ന് ജോലി ചെയ്തു, അടുത്ത മാസം ആള് പോകുന്നു, അങ്ങനെ പറ്റില്ല. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് we have to get a maximum long range of benefit. പരമാവധി നേട്ടം ഉണ്ടാക്കാനായിട്ട് അത്തരം മാൻ പവേഴ്സിൽ നിന്ന് കിട്ടണം. സോ അതുകൂടിയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകൾ എന്ന് പറയുന്നത് മോശമല്ല, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ്. സോ മോർ ഇമ്പോർട്ടൻസ് ഹാവ് ടു ബി ഗിവൺ വൈൽ ഹ്യൂമൻ റിസോഴ്സ് ഹാവ് ടു ബി മാനേജ്ഡ്. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് കറന്റ് പൊസിഷൻ എത്രയാണ്,
നമ്മൾ ഡിസൈഡ് എത്ര മാൻ പവർ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ആ ലെവലിലേക്ക് എത്തിക്കാൻ ഇനി എത്ര നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്, റൈറ്റ് പേഴ്സണെ തന്നെ നമുക്ക് ചൂസ് ചെയ്യണം, റൈറ്റ് ടൈമിൽ വേണം, റൈറ്റ് പ്ലേസിൽ വേണം, ഇന്ന സ്ഥലത്ത് ആൾ അവൈലബിൾ ആണോ, കിട്ടുമോ, നമുക്ക് ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യാൻ പറയേണ്ടത്. അഡ്വർടൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ ദൂരം അല്ലെങ്കിൽ വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ചിലപ്പോൾ ചില എംപ്ലോയീസിനെ ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഹ്യൂമൻ റിസോഴ്സുകൾ നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് വായിക്കാമോ വേഗം പെട്ടെന്ന്? മനസ്സിലായില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് ചെയ്താൽ മതി. കഴിഞ്ഞോ? വായിച്ചോ? സംശയമില്ലല്ലോ? So first sentence underline here. The most valuable asset of an organization is human resource and not the money or physical equipment. ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പയർ ചെയ്യുമ്പോൾ പണവും മറ്റ് എക്യുപ്മെന്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്. ത്രൂ പ്ലാനിങ്, അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. Through planning, a management strives to have the right number and right kind of people at the right place at the right time. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. റൈറ്റ് ടൈം വരെ മതി. ത്രൂ പ്ലാനിങ് എന്ന് പറയുന്നത് ത്രൂ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് കേട്ടോ, അത് ഓർക്കണം. വെറും പ്ലാനിങ് ഒന്നല്ല, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ മനസ്സിൽ വിചാരിച്ചോളൂ. ഓക്കെ, ആ രണ്ട് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇനി ഈ ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് മാൻ പവർ. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന എംപ്ലോയീസ് പിന്നീട് മോശമായി പോയി, തെറ്റായി പോയി, നമ്മുടെ സെലക്ഷൻ മോശമായി പോയി എന്ന് വരാനായിട്ട് അങ്ങനെ ഒരു എന്താ പറയാ ഇത് വരാൻ പാടില്ല ഓർഗനൈസേഷനകത്ത്. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ആളുകളെയാണ്, നല്ല ശരിയായ ആളിനെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ആവശ്യത്തെ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകണം. അതുകൊണ്ട് അത് ഒരു എളുപ്പമുള്ള പ്രോസസ് അല്ല. എന്താ പറയാ ടേക്സ് സെവറൽ സ്റ്റെപ്സ്. ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ പ്രോസസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഒരു സിംഗിൾ ടാസ്ക് അല്ലാതെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മൾട്ടി സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സിൽ വരുന്നതെന്ന് നോക്കാം. First of all, to decide goals or aims. അതായത് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാച്ചിങ് ഓർ ഫിറ്റിംഗ് എംപ്ലോയി. അതായത് കഴിവുള്ള നമ്മളുടെ വേക്കൻസിക്ക് എന്താ പറയാ മാച്ച് ചെയ്യുന്ന, ഇപ്പൊ ഒരു ടീച്ചറിന്റെ ജോലിയിലാണ് ഒഴിവ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സ്റ്റാഫിനെയാണ് ഒഴിവ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വേറെ രീതിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റില് ഒരു സെയിൽസ് ഗേളോ സെയിൽസ് ബോയോ അവരുടെ ഒഴിവാണ്, അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലെ ഒഴിവാണ്. അപ്പൊ ആ ഒഴിവിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ, നല്ല കഴിവുള്ള എംപ്ലോയീസിന്റെ, അതുപോലെ തന്നെ ആ എന്റർപ്രൈസിന് ആ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സിനെ യോജിച്ച ആളുകളെ തെരഞ്ഞെടുക്കണം. മനസ്സിലായി? അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ നമ്മളുടെ ഈ പ്രസന്റ് അറേഞ്ച്മെന്റുകൾ മാത്രം ഉദ്ദേശിച്ചായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ആ തൽക്കാലം ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു ഒഴിവുണ്ട്, തൽക്കാലം ആളെ എടുക്കാം, നമുക്ക് ഈ ഒരു ഒഴിവ് ഇപ്പൊ ഫില്ല് ചെയ്യാം, ഇപ്പൊ താൽക്കാലികമായ ആവശ്യം നടക്കട്ടെ. അത് ആ ചിന്താഗതിയിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകാം. നമ്മുടെ ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ഇനി ഒരു മാറ്റം അടുത്ത 2 മാസത്തിനുള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ മാറ്റത്തിലും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എംപ്ലോയീസിനെ ഇപ്പൊ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അന്നേരം പിന്നെ വേറൊരു എംപ്ലോയിനെ വേറെ തെരഞ്ഞെടുക്കേണ്ടി വരുമോ? ഇല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കുക, ആ ഒരു ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ് കൂടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ, അവരുടെ അത്ര മെറ്റീരിയൽസ് ഉള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യേണ്ടത്. മാച്ച് ചെയ്ത ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ഫസ്റ്റ്. അതായത് ടു ഡിസൈഡ് ദ ഗോൾസ് ഫോർ എയിംസ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള മാച്ച് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ ചൂസ് ചെയ്യണം. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ
Okay, first one എന്താണ് to decide goals or aims. The main purpose എന്ന് പറയുന്നത് matching on fitting employees-ന്റെ abilities അനുസരിച്ച് enterprise-ന്റെ requirements അനുസരിച്ച് emphasizing on എന്താണ് future arrangements. അതായത് ഭാവിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നോ അതും കൂടി ചെയ്യാൻ പറ്റുന്ന employees-നെ ചൂസ് ചെയ്യാം. അല്ലാതെ അടുത്ത മാസം നമ്മൾ പുതിയ പല കാര്യങ്ങളും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അത് കുഴപ്പമില്ല, അടുത്ത മാസത്തെ കാര്യം അടുത്ത മാസമല്ലേ, ഇപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസം ആൾക്കൊക്കെ ചെയ്യാൻ പറ്റില്ല. ആ ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാതെ നമ്മൾ ഇപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ ആ ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട് ഈ വരുന്ന ആൾക്ക് പറ്റുന്നില്ല എങ്കിൽ ആലോചിക്കുക, വി ഹാവ് ടു അപ്പോയിന്റ് അനദർ എംപ്ലോയി, അല്ലെ, വേറൊരു എംപ്ലോയിനെ കൂടെ അപ്പോയിന്റ് ചെയ്യണ്ടേ. അപ്പൊ നോക്ക്, രണ്ട് ചെലവാണ്, അല്ലെ. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ എപ്പോഴും എയിം ചെയ്യുന്നത് മാക്സിമം പ്രോഫിറ്റൈസേഷൻ ആണ്. ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക, മറ്റ് ഓർഗനൈസേഷനിൽ നിന്ന് ഡിഫറെന്റ് ആകുക, മറ്റു ഓർഗനൈസേഷൻസിൽ നിന്നും നല്ല ഗുഡ് വില്ല്, സൽപ്പേര് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ വി ഹാവ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്പെൻസസ്. ഇതുപോലെയുള്ള ചെലവുകൾ കുറയ്ക്കണം. പല രീതിയിലുള്ള ചെലവുകൾ, അനാവശ്യ ചെലവുകൾ, ഉൽപാദന ചെലവുകൾ മാക്സിമം പരമാവധി കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണം. അത്രയും കുറച്ചാലാണ് നമുക്ക് നമ്മൾ എയിം ചെയ്യുന്ന മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും, അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് അധിക ചെലവല്ലേ. ഇപ്പോഴത്തെ താൽക്കാലികമായ ആവശ്യം നിറവേറ്റാൻ പുതിയൊരു അപ്പോയിന്റ്മെന്റ് നടത്തി, ആൻഡ് ആഫ്റ്റർ 2 months വി ആർ അഗൈൻ അപ്പോയിന്റിംഗ് അനദർ എംപ്ലോയി. വേറൊരു എംപ്ലോയിനെ വേറൊരു പുതിയ കാര്യം കൊണ്ടുവന്ന് ആളെ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അത് നോക്കരുത്. അപ്പൊ ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിക്വയർമെന്റ്സ് കൂടി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയിസിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ആ എന്താ പറയാ, ബുള്ളറ്റ് ഫസ്റ്റ് നമ്പർ ഇട്ടിരിക്കുന്ന പോയിന്റുകളാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഏതെങ്കിലും എന്താ പറയാ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാം. സെക്കൻഡ് വൺ, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സോഴ്സ്. ഇനി എന്താണെന്നറിയാമോ, നമ്മള് ഫ്യൂച്ചർ അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ മാൻ പവർ നീഡ്സ് അന്വേഷിക്കുക, എവിടെയൊക്കെയാണ് നമുക്ക് ഇനി വേക്കൻസി വരാൻ സാധ്യതയുള്ളത്, അതിനെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേഷൻ നടത്തണം. അതായത് നമ്മള് തൊട്ട് മുന്നിലത്തെ പോയിന്റിൽ പറഞ്ഞല്ലോ, അതായത് പ്രസന്റ് അറേഞ്ച്മെന്റ്സിനെ മാത്രം കൺസിഡർ ചെയ്യാതെ ഫ്യൂച്ചർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീസ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മൾ ചൂസ് ചെയ്യണം എന്നതാണ് മെയിൻ പർപ്പസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, അങ്ങനെ എത്ര ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ് നമുക്ക് പുതിയ പുതിയ എംപ്ലോയീസിനെ വേണം, മാൻ പവർ നീഡ്സ് മനസ്സിലാക്കുക എന്നതാണ് സെക്കൻഡ് പോയിന്റ്. The management have to evaluate the structure of organization at each and every given point of time. ഇടയ്ക്കിടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നടത്തണം. ഇപ്പൊ ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഒരു ഇവാലുവേഷൻ നടത്തുന്നു. എംപ്ലോയീസ് എല്ലാവരും തന്നെ ഓക്കെ ആണോ, അവിടെ അഡക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് എംപ്ലോയീസ് അതായത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവര് പരമാവധി എന്താ പറയാ അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത്രയും ആളുകൾ തന്നെ മതി, അല്ല പോരായ്മയുണ്ട്, ഒരാളുടെ ജോലി എന്താ പറയാ 2 ആളുടെ ജോലി ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നു, അപ്പൊ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കൂടി നടത്തേണ്ടി വരും. സോ ഇറ്റ്സ് ആൻഡ് എവറി പോയിന്റില് നമ്മൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായി. That means to evaluate the manpower needs. മനുഷ്യൻ ആളുകളെ വിഭവങ്ങൾ എത്ര വേണം എന്നുള്ളത് അവര് നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്പർ ഓൾസോ ദ ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, എത്ര ആളുകൾ വേണമെന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, എങ്ങനെയുള്ള ആളുകൾ, എന്താണ് എംപ്ലോയീസ് ആയിട്ട് വേണ്ടത് എന്നുള്ളതും ഡിറ്റർമിൻ ചെയ്യണം. മനസ്സിലായോ? കുറെ ആളുകളുടെ എംപ്ലോയീസിന്റെ ഒഴിവുണ്ട്, ആരെങ്കിലും പിടിച്ച് കയറ്റിക്കോ ജോലി കൊടുക്കാം എന്നാണോ? അല്ലല്ലോ. അതിന് ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ആ പാരാമീറ്റേഴ്സ് അനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പറയുന്നത് ടൈപ്പ് ഓഫ് എംപ്ലോയീസും നമ്പർ ഓഫ് എംപ്ലോയീസും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്കൻഡ് സ്റ്റേജില്, സെക്കൻഡ് പ്രോസസ്സില്. ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് എത്ര ആളുകൾ വേണമെന്നോ, അതുപോലെ തന്നെ എത്ര ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, ഏത് രീതിയിലുള്ള എംപ്ലോയീസ് ആണ് ആവശ്യം എന്നുള്ളതും മനസ്സിലാക്കണം. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ. ആരെങ്കിലും ഒന്ന് കമ്പടണേ, ഒന്ന് റിയാക്ട് ചെയ്യണം. ഓക്കെ, തേർഡ് വൺ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ
ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് അല്ലെ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യാണ് ഗോൾ, അതായത് ഏത് എന്താ പറയാ എംപ്ലോയീസ് എല്ലാവരും തന്നെ മാച്ചിങ് ആയിട്ടുള്ളതാണോ, ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണോ, ഫ്യൂച്ചർ നീഡ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂടി തീരുമാനിക്കുക. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. മനുഷ്യന്മാർ എത്ര വേണം, മാൻ പവർ എത്ര വേണം, അതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഈസ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓഡിറ്റിംഗ് നടത്തണം. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആണ്. സാധാരണ നമുക്ക് ഓഡിറ്റിംഗ് കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയുള്ള ഓഡിറ്റിംഗ് ആണ്? നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലെ. അല്ല, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് മാത്രമല്ല പല കാര്യങ്ങളിലും ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽസിൽ ഓഡിറ്റിംഗ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ചാപ്റ്റേഴ്സ് ഇല്ലേ. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, അവിടെ എന്ത് ഓഡിറ്റിംഗ് നടന്നിരുന്നേ? അവിടെ എന്ത് ഓഡിറ്റിംഗ് നടന്നിരുന്നേ? നമ്മളുടെ ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ആണോ ഇല്ലേ? പഠിച്ചില്ലേ ചാപ്റ്റർ? യെസ്, ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, പല മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ട്. എല്ലാ മേഖലയും ക്ലിയർ ആയിട്ട് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ദ പേഷ്യൻസ് ആർ റിസീവിങ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ. അത് ബോധ്യപ്പെടാൻ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പേഷ്യൻസിന് എല്ലാ രീതിയിലും ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ലൈക്ക്വൈസ് അതുപോലെ തന്നെ സിമിലർലി ഹ്യൂമൻ റിസോഴ്സസ് ഓൾസോ ഹാവ് ടു ബി ഓഡിറ്റഡ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള എംപ്ലോയീസിനെ മാത്രം. അപ്പൊ സോ ആഫ്റ്റർ ദ എസ്റ്റിമേഷൻ നമ്മൾ ഓർഗനൈസേഷനിൽ എവിടെയൊക്കെയാണ് ഒഴിവ്, എത്ര ആളുകൾ വേണം, ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം എന്നൊക്കെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതിന്റെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ടു എന്താ പറയാ ടു ഡിസൈഡ് ദ പ്രസന്റ് സപ്ലൈ ഓഫ് മാൻ പവർ റിസോഴ്സസ്. ഇനി അതിന് നമുക്ക് എവിടെ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ എവിടെയൊക്കെയാണ് ഉള്ളത്, എവിടെയൊക്കെയുണ്ട് ആൾക്കാരെയൊക്കെ കണ്ടെത്തുന്ന ഒരു സോഴ്സ് ആണ്. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് മാൻ പവർ റിസോഴ്സസ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ഡൺ വിച്ച് ഈസ് കോൾഡ് സ്കിൽസ് ഇൻവെന്ററി. ഈ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ പ്രൊസീജിയർ ആണ് സ്കിൽസ് ഇൻവെന്ററി. എന്താണ് സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത്? അവിടെ തന്നിട്ടുണ്ട്. എ സ്കിൽ ഇൻവെന്ററി consists of data about each employee's skills, abilities, work preference, and other items of information indicating his overall value to the company. അതായത് ഒരു ഓർഗനൈസേഷന്റെ എന്താ പറയാ, ഒരു ഓർഗനൈസേഷനകത്ത് ഒരു എംപ്ലോയിക്കുള്ള മൊത്തത്തിലുള്ള ഒരു മൂല്യം, ആളുടെ എന്താ പറയാ പല കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഈ ഓർഗനൈസേഷനിൽ ഞാൻ എത്രത്തോളം വാല്യൂ ഉള്ള ആളാണ്, അങ്ങനെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി, ഓരോ എംപ്ലോയീസും അല്ലെ. ആ വാല്യൂ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്? എന്തൊക്കെയായിട്ടും ആളുടെ വാല്യൂവിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കാരണം എംപ്ലോയീസിന്റെ സ്കില്ല്, നല്ല ഇന്ന കഴിവുള്ള ആളാണ്, ഇന്ന എബിലിറ്റി ഉള്ള ആളാണ് അല്ലെ, ആൾക്ക് ഇന്ന വർക്കിനോടാണ് ആൾക്ക് പ്രിഫറൻസ് ഉള്ളത്. അങ്ങനെയുള്ള പല ഇൻഫോർമേഷൻസും ആ ഒരു ഡാറ്റ, അതിനെ കുറിച്ചുള്ള ഡാറ്റ, അതിനെയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. അങ്ങനെ ഓരോ എംപ്ലോയീസിനെയും കുറിച്ചിട്ട് അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു. അതാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ട് അവരുടെ എബിലിറ്റീസ്, കേപ്പബിലിറ്റീസ്, അവരുടെ വർക്ക് പ്രിഫറൻസ് ആൻഡ് വാട്ട് എവർ തിങ്സ് റിലേറ്റഡ് ടു എംപ്ലോയീസ്, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻഫോർമേഷൻസ് ഒക്കെയാണോ ഇതെല്ലാം കളക്ട് ചെയ്യുക. അത് ആ ഡാറ്റയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവ്. ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ഒരു എംപ്ലോയീസിന്റെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും അതിന്റെ കുറിച്ചുള്ള ഡാറ്റാസ്, അതിനെയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓർഗനൈസേഷന്റെ മാൻ പവർ നീഡ്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. മാൻ പവർ നീഡ്സ് പ്ലാൻ ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഡിസൈഡ് ദ പ്രസന്റ് സപ്ലൈ ഓഫ് മാൻ പവർ. മാൻ പവറിന്റെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മാൻ പവറിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ അവരുടെ കണ്ടീഷൻ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിനെ പറയുന്ന പേരാണ് സ്കിൽസ് ഇൻവെന്ററി. ആ സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത് കുറച്ച് ഡാറ്റാസ് ആണ് റിലേറ്റഡ് ടു ദ എംപ്ലോയീസ് regarding their abilities, capabilities, their work preferences, and also some other informations. ആ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകും. ക്ലിയർ ആയില്ലേ? ആ സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്ന പോയിന്റ് അവിടെ വരെ, കമ്പനി വരെ, വാല്യൂ ടു ദ കമ്പനി വരെ ഒന്ന് അനലൈസ്. അപ്പൊ മൂന്നാമത്തെ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പൊ മൂന്നാമത്തെ പ്രോസസ് ആണ് ഇത്, ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. ആ ഓരോരോ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
1, 2, 3 എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ കണ്ടിരിക്കുന്നതിന്റെ നേരെയുള്ള സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ താഴെയുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ പറയുന്നത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. പറയട്ടെ, അടുത്തത് അണ്ടർലൈൻ ചെയ്തില്ലേ? നെക്സ്റ്റ് വൺ, ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. ഇനി ഓഡിറ്റിംഗ് കഴിഞ്ഞു, നമ്മള് എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഓരോ എംപ്ലോയീസിനും എന്ത് സ്കിൽ ഉണ്ട്, എന്താ എബിലിറ്റി ഉണ്ട് എന്നൊക്കെ അവരുടെ സ്കിൽസ് ഇൻവെന്ററി ഒക്കെ നോക്കി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് റിക്വയർമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ആളുകളെ ഏതൊക്കെ പൊസിഷനിലേക്ക് കൊടുക്കണം, അത് പ്രോപ്പർ ആയിട്ട് ജോബ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ട്. അപ്പൊ അവരുടെ എന്താ പറയാ, അവരുടെ സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കേണ്ടി വരും അല്ലെ? കാരണം ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസ്ട്രെയിൻസ് ഓഫ് എ ജോബ്. ഒരു ജോലിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് ഏതെന്ന് പറയുന്നത്. ഒരാളുടെ സ്കില്ല്, ക്വാളിഫിക്കേഷൻ. ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടോ? എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ആ ജോലിക്ക് കയറാനുള്ള ആഗ്രഹം നമുക്ക് മാത്രമാണ്. പക്ഷെ അത് തരണമെന്നുള്ള ആഗ്രഹം ആരുടെയാണ്? എംപ്ലോയറുടെയാണ്. കാരണം ഇത് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു അവർ നോളജ്, സ്കിൽ, എബിലിറ്റി അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പൊ ആഫ്റ്റർ ടേക്കിംഗ് ദ ഡിസിഷൻ ഹൗ മെനി പേഴ്സൺസ് ആർ നീഡഡ് ഫോർ എ ജോബ്, ഒരു ജോലിയൊക്കെ എത്ര പേർക്ക് കൊടുക്കണം, എത്ര ആളുകളെ വേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്യലാണ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡീറ്റെയിൽസ്, പല കാര്യങ്ങളെ കുറിച്ച്, അവരുടെ സ്കില്ല്, ക്വാളിഫിക്കേഷൻ, അവരുടെ ട്രെയിനിങ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്ലി നീഡഡ് ഫോർ ദ ജോബ്. ആ ജോബിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യം വേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചൊരു ജോബ് അനാലിസിസ് നടത്തുക. ജോബ് അനാലിസിസ് എന്താന്ന് പറയുന്നുണ്ട്. ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. കേട്ടോ, അതായത് ഈ ജോബ് അനാലിസിസിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. എന്താണെന്ന് താഴെ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്, അന്നേരം പറയാം. ഓക്കെ, അപ്പൊ നാലാമത്തെ സ്റ്റെപ്പാണ് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? പറയുന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്താൽ മാത്രം പറയാം, ഞാൻ മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. നാലാമത്തെ പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. To plan job requirements and job descriptions. ഈ ജോബ് അനാലിസിസിലാണ് ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും വരാം. താഴെ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ പറയാം. യെസ്, ഇനി അടുത്തത് ലെറ്റ്സ് സീ വാട്ട് ഈസ് ജോബ് അനാലിസിസ്. ഈ പോയിന്റിന്റെ അകത്ത് വന്നിരിക്കുന്ന ചില ടേമുകൾ അവിടെ വേറെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ട്, ജോബ് അനാലിസിസ് എന്താ? ജോബ് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ദ റെലവെന്റ് ഇൻഫർമേഷൻ അബൌട്ട് എ ടാസ്ക്. അതായത് ഒരു ജോലി, നമ്മൾ എന്ത് ജോലിയാണ് ആ ജോലിയെ കുറിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പൊ ഒരു ടീച്ചറിന്റെ ജോലി, ആ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യട്ടെ, ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആൾ എന്തൊക്കെ അതിനകത്ത് അത് റിലേറ്റഡ് ആയിട്ട് ചെയ്യണം, അതിനെ കുറിച്ച് ഫുൾ ഒരു ഡാറ്റ അത് നേരത്തെ കുട്ടി ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ട് തീരുമാനിച്ചൊക്കെ വെക്കുക. കാരണം അത് ആള് വരുമ്പോൾ ആൾക്ക് അതങ്ങനെ എടുത്ത് കൊടുക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തണം. സോ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ടാസ്ക്, ടീച്ചിങ്, അതാണ് ടാസ്ക്, ഓൾ ദ ടാസ്ക് ഇൻവോൾവ്. പിന്നെ ദ നോളജ്, അതിന് വേണ്ടി നമുക്ക് വേണ്ട ഒരു കഴിവ്, ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം, ആൾക്ക് അതിന് വേണ്ട സ്കില്ല്, എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്കില്ല് വേണം അല്ലെ, ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ. പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ കൂടെയുള്ള ഉത്തരവാദിത്തം, നിങ്ങൾ ക്ലാസ് എടുത്തു തരിക, നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരിക, മോക്ക് ടെസ്റ്റുകൾ റെഗുലർലി കൊടുക്കുക, മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് അത് ക്ലിയർ ചെയ്ത് പോവുക. അതൊക്കെ അതിന്റെ അവിടെ ചേർന്ന് ലിങ്ക്ഡ് ആയി കിടക്കുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ആൻഡ് എബിലിറ്റീസ്, അതിന് വേണ്ട കഴിവ്, ടു പെർഫോം ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ജോലി വളരെ വിജയപ്രദമായിട്ട് എങ്ങനെയും ചെയ്താൽ പോരാ, വളരെ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സ്പെഷ്യൽ ഒരു കഴിവ്, എബിലിറ്റി, ഇതെല്ലാം കൂടി ചേർന്ന ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ കൂടി തീരുമാനിക്കുക, ഇത് റെക്കോർഡ് ചെയ്യുക. അതിനാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. ആ ജോബ് അനാലിസിസ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ്. ജോബ് സക്സസ്ഫുള്ളി വരെ അത് അണ്ടർലൈൻ ചെയ്യുക.
ഒന്ന് വായിച്ചു നോക്കിയേ. അത് ജോബ് അനാലിസിസ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. എന്നിട്ട് മനസ്സിലായോ എന്ന് പറ എല്ലാവരും. എനിബഡി? സിമ്പിൾ ആണ്. മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയും. യെസ്, ക്ലിയർ ആയി. യെസ്, അപ്പൊ നമ്മൾ ജോബ് അനാലിസിസ്, ജോബ് ഒരു ജോലിയാണ്. അതിനാണ് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞത്. ഇപ്പൊ ടീച്ചിങ് അല്ലെ, അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതിനോട് അനുബന്ധമായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് നേരത്തെ കൂടി ഡിറ്റർമിൻ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ജോബ് അനാലിസിസിനകത്ത് ടാസ്ക്, നമ്മൾ എന്താണ് ജോലി ചെയ്യേണ്ടത്, ആ ടാസ്ക് ഉണ്ടാകും. അതിന് വേണ്ട നോളജും സ്കില്ലും എന്തൊക്കെയാണോ അതുണ്ടാകും. അതിനകത്ത് ഉണ്ടാകേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ആ ജോബിനോട് അനുബന്ധിച്ച് കിടക്കുന്നത് എന്താണോ അതുണ്ടായിരിക്കും. ആൻഡ് എബിലിറ്റീസ് ടു പെർഫോം, അത് ചെയ്യാനുള്ള കഴിവ്. അപ്പൊ പഠിപ്പിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഞാനത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ ഒരുപാട് പഠിച്ചു, നല്ല എന്താ പറയാ, ഇപ്പൊ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ ആകാനുള്ള ജോലിക്ക് വേണ്ടി ഒരുപാട് പഠിച്ചു, അതിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ എടുത്തു. പക്ഷെ അതിൽ എല്ലാവർക്കും തന്നെ ചിലപ്പോൾ 1% ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് ചെയ്യാൻ പ്രാക്ടിക്കലി അത് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അത് ഏത് ജോലിക്കും ഉണ്ട് കേട്ടോ. എല്ലാവരെയും പറയുന്നതല്ല, ചില കാര്യങ്ങൾക്ക് അങ്ങനെയുണ്ട്. വളരെ ക്വാളിഫിക്കേഷൻ ബേസ് നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്, ആ കാര്യം ചെയ്യാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇതൊക്കെ ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ട്, പ്രാക്ടിക്കലായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഫീൽ സം നെർവസ് അല്ലെ, അങ്ങനെ നെർവസ് ഫീലിംഗ് ചെയ്യുന്ന പറ്റുന്ന ആളുകള് അങ്ങനെയൊക്കെ ഉണ്ട്. അത് 1-2 പേർക്ക്, അങ്ങനെ ഒരു 10 പേരൊക്കെ അല്ലെങ്കിൽ ഒരു ആളുകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ, ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നിട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അത് ഏത് മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു എന്തുണ്ടായിരുന്നു, എബിലിറ്റി ഉണ്ടായിരിക്കും സക്സസ്ഫുള്ളി അത് ചെയ്യാനുള്ളത്. സക്സസ്ഫുള്ളി നമുക്ക് തോന്നിയാ പോരാ, ആരാണ് നമുക്ക് ജോലി ചെയ്യുന്നത് അവർക്ക് തോന്നണം വളരെ സക്സസ്ഫുള്ളി ഹി ഓർ ഷീ കംപ്ലീറ്റഡ് ദ ഗിവൺ ടാസ്ക്. കൊടുത്തിരിക്കുന്ന ജോലി വളരെ സക്സസ്ഫുൾ ആയിട്ട് ആൾ ചെയ്തിട്ടുണ്ടെന്ന്, അത് എന്താ പറയാ, തൊഴില് അത് സൂപ്പർവൈസ് ചെയ്യുന്നവരാണ് അത് മനസ്സിലാക്കേണ്ടത്. കൊടുത്തത് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അക്യുറസി ഉണ്ട് അല്ലെ, വളരെ കൃത്യതയോടെ പെർഫോം ചെയ്തിട്ടുണ്ട്, വളരെ എന്താ പറയാ ട്രസ്റ്റ് വർത്തി ഉള്ള ഒരാളാണ് അല്ലെ. അതായത് ഓർഗനൈസേഷനോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എല്ലാ കുറെ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു വൈൽ വർക്കിംഗിന്റെ ജോബ് കേട്ടോ. അടുത്തത് ജോബ് റിക്വയർമെന്റ്സ് ആണ്. ജോബ് റിക്വയർമെന്റ്സ് എന്താ? ജോബിന് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യമാണ് ക്വാളിഫിക്കേഷനും സ്കില്ലും. രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് വേണം? ക്വാളിഫിക്കേഷൻ മാത്രം മതിയോ? പോരാ, സ്കില്ലും വേണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള കഴിവ് വേണം, ആ ജോബ് ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പൊ ക്വാളിഫിക്കേഷൻ പ്ലസ് സ്കിൽ, അപ്പോഴാണ് നമുക്കൊരു ആ ജോബിന് വേണ്ട റിക്വയർമെന്റ്സ് ആകുന്നത്. ക്വാളിഫിക്കേഷൻ മാത്രം മതിയോ? പറ്റില്ല. സ്കിൽ മാത്രം മതിയോ? മേഖലകളിൽ നമുക്ക് അതിന്റെ രണ്ടിന്റെയും ആവശ്യകതയുണ്ട്. ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഈസ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ നീഡഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ് കേട്ടോ. ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് അടുത്തത്, അത് അണ്ടർലൈൻ ചെയ്യണം. ജോബ് റിക്വയർമെന്റ് അണ്ടർലൈൻ ചെയ്യണം. ജോബ് റിക്വയർമെന്റ് അണ്ടർലൈൻ ചെയ്യുക. അടുത്തത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് JD. JD എന്നും അതിനെ ഷോർട്ട് ആയിട്ട് അബ്രിവിയേറ്റഡ് ആയിട്ട് പറയും. എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ റിട്ടൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡാറ്റ അബൌട്ട് ദാറ്റ് നറേറ്റ്സ് ദ ജനറൽ ടാസ്ക്സ് ആൻഡ് അതർ റിലേറ്റഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പൊസിഷൻ. ഇപ്പൊ ഒരു ജോലിയിൽ ഒരു പൊസിഷൻ നമുക്ക് തന്നു കഴിയുമ്പോൾ ക്ലർക്ക് ആകാം, കാഷ്യർ ആകാം, ടീച്ചർ ആകാം, ടെക്നീഷ്യൻ ആകാം, എന്തായിക്കോട്ടെ, ആ ഒരു ജോലി നമുക്ക് കിട്ടുമ്പോൾ അതിനകത്തുള്ള നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന ടാസ്കുകൾ, ഇതെല്ലാം ഒരു റിട്ടൺ അക്കൗണ്ട് ആയിട്ട് എഴുതി കൊടുക്കും. ഇന്നതൊക്കെയാണ് ഇന്നാണ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് റിട്ടൺ അക്കൗണ്ട് ആയിട്ട് ഒരു റിട്ടൺ ഡാറ്റ ആയിട്ട് കൊടുക്കും. അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്നുവെച്ചാൽ ഞാൻ ചെയ്യേണ്ട ജോലി എന്താന്ന് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഡ്യൂട്ടി, എന്റെ റെസ്പോൺസിബിലിറ്റി, കൂടാതെ ജനറൽ ടാസ്ക്, ഞാൻ ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള ടാസ്ക് എന്താണ്, ഇതെല്ലാം വിശദീകരിക്കുന്ന ഒരു സാധനമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ 4ാമത്തെ പോയിന്റിൽ വന്നതാണ്. ആ 4ാമത്തെ പോയിന്റ് ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ അവിടെ ഒരു ചില വേർഡുകൾ വന്നു. ആ ഒരു വേർഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ
ജോബ് ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. Yes. And the last one. അടുത്തത് നമ്മളൊക്കെ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത്ര എളുപ്പമെന്ന് ഒറ്റയടിക്ക് തീർക്കാവുന്നത് പ്രൊസീജിയർ അല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞു നമ്മള്. ഡിസൈഡ് ദ ഗോൾ ഓർ എന്താ പറയാ ടു ഡിസൈഡ് ദ ഗോൾസ് ഓർ എയിംസ്. ആദ്യം തന്നെ നമ്മള് ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് ഒരു നേരത്തെ കൂട്ടി ഒരു പ്ലാൻ, ഒരു എന്താ പറയാ ഗോൾ സെറ്റ് ചെയ്യണം, എന്താ പറയാ എയിം സെറ്റ് ചെയ്യണം. എത്ര ആൾക്കാർ വേണം, എങ്ങനെയുള്ള ആളുകളായ മാച്ചിങ് ആയിട്ടുള്ള ആളുകൾ വേണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ മാൻ പവർ നീഡ്സ് മനസ്സിലാക്കണം അല്ലെ. എംപ്ലോയീസിന് ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ്, എത്ര എണ്ണം ആളുകളാണ് വേണ്ടത്, അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഓഡിറ്റിംഗ് നടത്തണം. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടുള്ള ഓഡിറ്റിംഗ്, അതിനകത്ത് വരുന്നതാണ് സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ സ്കില്ലുകൾ, അതായത് എംപ്ലോയീസിന്റെ സ്കില്ലുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം. And next one to plan the job requirements and job description. And the last one is to develop a human resource plan. Javate point aanu to develop a human resource plan. Endana human resource plan? Last step aanu. Karanam nammal mugalil paranja ella step kudi nammal implement cheyyuna oru step aanu oru human resource plan namukku develop cheyidukka ennathu. That means from where the laborers can be obtained, the source of labor supply. നമുക്ക് എവിടെ നിന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് മാൻ പവറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഓഡിറ്റിംഗ് ഒക്കെ നടത്തി അപ്പൊ ഇത്ര ആളുകൾക്ക് വേണമെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മള് ദ സോഴ്സ് ഓഫ് ലേബർ സപ്ലൈ, എവിടെ നിന്ന് നമുക്ക് ഈ ലേബറേഴ്സിനെ സപ്ലൈ ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ സോഴ്സ് ഉപയോഗിക്കാം പരമാവധി മാക്സിമം ഇഫക്റ്റീവ് ആയിട്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ലേബറേഴ്സിനെ അവൈലബിൾ ആണ് അല്ല, നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ട് ഇടാം, അല്ല വേറെ ഏതെങ്കിലും വഴി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അങ്ങനെ പല പല രീതിയുണ്ട്. അപ്പൊ ഏത് രീതി ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അത് ക്യാൻ ബി അപ്ലൈഡ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലും പുതിയ എംപ്ലോയീസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് തിങ് അപ്പോ എന്താണെന്നറിയാം, the laborers should be appointed from എന്താ പറയാ hired from promotional channels. അതായത് ചില പ്രൊമോഷണൽ ചാനൽസ് വഴി, പ്രൊമോഷണൽ ചാനൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ടിവിയിലൂടെയോ ഇമെയിൽ വഴിയോ ഇന്റർനെറ്റ് വഴിയോ ഒക്കെ ആളുകളെ കണ്ടെത്തുക, ലേബറേഴ്സ് വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഔട്ട്സൈഡ് സോഴ്സ് ചെയ്ത് പുറത്തുനിന്ന് എവിടെയെങ്കിലും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇൻസൈഡ് ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ അപ്പോയിന്റ്മെന്റുകൾ വേറെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നടത്താം. സാധാരണ ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത് മിക്ക ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് ടു ഫിൽ അപ്പ് ഹയർ വേക്കൻസീസ്. മുകളിലത്തെ നിലയിലൊക്കെ, മുകളിലത്തെ നില എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴത്തെ നിലയെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ വരെയുള്ള ഒരുപാട് എന്താ പറയാ ഇതുണ്ട്. ഒരു എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷനിൽ ക്ലീനിങ് വിഭാഗത്തില് ജോലി ചെയ്യുന്നവരുണ്ട്, പ്യൂൺ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, ക്ലർക്ക് ആയിട്ട് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, കാഷ്യർ ആയിട്ട് ജോലി ചെയ്യുന്ന വിഭാഗമുണ്ട്, ഇല്ലേ? അങ്ങനെ പല പല തട്ടുകളുണ്ടല്ലോ, അങ്ങനെ പല ലെവൽസ് ഉണ്ട്. ഈ ലെവൽസിൽ സാധാരണ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യാം ഏറ്റവും ടോപ്പ് ലെവലുകളിലേക്ക്, മുകളിലത്തെ ലെവലുകളിലേക്ക് അപ്പോയിന്റ്മെന്റുകൾ മിക്കവാറും വേക്കൻസി ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയും. പ്രൊമോഷൻ അവിടത്തെ തന്നെ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്തിട്ട് മുകളിലത്തേക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് എടുക്കുന്നു. അതേസമയത്ത് താഴത്തെ തട്ടിലെ ഏറ്റവും ലോവർ ലെവലിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളൊക്കെ അവർ എന്ത് ചെയ്യും, ലേബർ മാർക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് ആളുകളെ കയറ്റും. അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാരണം മുകളിലത്തെ ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹാൻഡിൽ വിത്ത് കെയർ ആണ് അല്ലെ. മുകളിലത്തെ നിലകളിലേക്ക് ഇപ്പൊ നോക്കാം, ഇപ്പൊ ഒരു ക്ലീനിങ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ, ആൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ആള് ഒരു ട്രസ്റ്റ് വർത്തി മനുഷ്യനാണ്, വളരെ എന്താ സിൻസിയർ ആയിട്ട് ജോലിക്ക് വരുന്നു, സിൻസിയർ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നു, മറ്റുള്ള ആളുകളും ഒക്കെ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ കുറച്ചുകൂടി മറ്റൊരു കാര്യം, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ ക്ലീനിങ് വിഭാഗത്തിൽ ഇരുന്ന ആളെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഒരു പിയോൺ പോസ്റ്റില് കുറച്ച് ആളുകളുടെ വേക്കൻസി വന്നു, ആളുകളുടെ വേക്കൻസി വന്നു. അപ്പൊ ആദ്യം പ്രിഫറൻസ് കൊടുക്കുക ഈ ഒരു ലോവർ ലെവലിലുള്ള എംപ്ലോയർ. കാരണം ആളെ എക്സ്പീരിയൻസ്ഡ് ആണ്, ആളെ നമുക്കും ആൾക്ക് നമ്മളെയും വളരെ കാലങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ മാത്രമല്ല നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ആ ഒരു പിയോൺ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുത്ത് വിടുന്നു.
മനസ്സിലായോ? അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മേഖലയില് ഉണ്ടായിരുന്ന ഒരു ക്ലറിക്കൽ ജോലി ചെയ്തിരുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യുന്നു, ചിലപ്പോ ആളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്, വെറുതെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആൾക്ക് അക്കൗണ്ട്സിലേക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോഷൻ കേട്ടിട്ടില്ലേ നിങ്ങള്? പ്രൊമോഷൻ എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടില്ലേ? നമുക്ക് കൂടെ പഠിക്കാനുള്ളതാണ്. അപ്പൊ പ്രൊമോട്ട് ചെയ്ത് മുകളിലത്തെ തട്ടുകളിലേക്ക്, ലെവലുകളിലേക്ക് വിടുകയാണ് സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്. അതാണ് ഒരു ബെസ്റ്റ് പോളിസി. ഇനി ഏറ്റവും താഴത്തുള്ള ലെവലിലേക്കാണ് പുതിയ അപ്പോയിന്റ്മെന്റുകൾ പുറത്തുനിന്നത്. കാരണം അവർ പുതിയവരാണ്. How they will do their task when it is given എന്ന് നമുക്കറിയില്ല. How trustworthy we can, നമുക്ക് അവരെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അവർ ജോലി ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പുതിയവരല്ലേ, വന്നല്ലുള്ളൂ. അവരെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, പുറമേ നിന്ന് നോക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, താഴ്ത്ത തട്ടുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, ലേബർ മാർക്കറ്റിൽ തന്നെ ജോലിക്കാരെ എടുക്കുന്നത്. വെളുത്ത നിലകളിലേക്ക്, ഹയർ ലെവലുകളിലേക്ക് സാധാരണ പ്രൊമോഷൻസിലൂടെ ലോവർ ലെവലിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് മുകളിലേക്ക് കഴിക്കുകയാണ് ചെയ്യുക. അതാണ് സാധാ ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞ്, അതൊരു എന്താ പറയാ, ഒരു ജനറൽ ഒരു ഇതാണ് ബിസിനസ് ഓർഗനൈസേഷൻ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനുകളൊക്കെ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പില്. അതില് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്ന് വി ക്യാൻ ഒബ്റ്റെയിൻ ദ മാൻ പവർ എവിടെ ഒബ്റ്റെയിൻ ചെയ്യാം, പ്രൊമോഷണൽ ചാനൽസ് വഴിയാണോ അല്ലെങ്കിൽ വിതിൻ ദ ഓർഗനൈസേഷനിൽ തന്നെയാണോ, വിതിൻ ദ ഓർഗനൈസേഷനിൽ നമ്മൾ ഹയർ വേക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട് ലോവർ ലെവലിൽ നിന്ന് എടുത്തിടുകയാണോ, ലോവർ വേക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട് ലേബർ മാർക്കറ്റിൽ നിന്ന് ഇടണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള പ്ലാനുകൾ. ക്ലിയർ ആയോ? ഫിഫ്ത്ത് പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഓക്കെ. He said that the best policy followed by most organizations is to fill higher vacancies by promotion and lower level positions by recruitment from the labor market. That's underline ചെയ്തത്. അടുത്തത് മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ്. മാൻ പവർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ. മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. 3 കമ്പോണന്റുകളായിട്ട് മാൻ പവർ പ്ലാനിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വെച്ചു. സിമ്പിൾ ആണ്. എന്താണത്? ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അതായത് എന്താ ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു പ്രീ പ്ലാൻ, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. എന്തിനെ കുറിച്ചാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനെ കുറിച്ചായിരിക്കും പ്ലാൻ ചെയ്യണേ? ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ചിട്ട്. അതായത് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് എത്രയുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ നീഡ്സിലേക്ക് എത്ര എണ്ണം വേണ്ടി വരും, അത് തന്നെയാണ് ഫോർകാസ്റ്റിംഗ്. ഇപ്പൊ നിലവിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, വേക്കൻസീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ, പുതിയ അറേഞ്ച്മെന്റുകളിൽ നമുക്ക് ഫ്യൂച്ചർ ആയിട്ട് എത്ര എംപ്ലോയീസിനെ കൂടുതൽ അധികം വേണ്ടി വരും. നിലവിൽ 10-30 എംപ്ലോയീസ് ഉണ്ട്, പക്ഷെ ഇത് പോരാ, ഒരു 10-15 വരെ കൂടി നമുക്ക് കൂടുതൽ വേണം. എന്നുവെച്ചാൽ 10-45 എംപ്ലോയീസിനെ വേണം. അപ്പൊ നിലവിലുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടതും കൂടി എസ്റ്റിമേഷൻ നടത്തുക. അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മള് നിലവിലുള്ള ഓർഗനൈസേഷനിൽ എത്ര റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിന്റെ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നു. ഇപ്പൊ 30 പേരാണ് എംപ്ലോയീസ് ഉള്ളത്, അയ്യോ 45 പേര് വേണമല്ലോ. ആ ഒരു എസ്റ്റിമേഷൻ ക്ലിയർ ആയോ? ഒന്നാമത്തെ ഫോർകാസ്റ്റിംഗ് മാൻ പവർ കമ്പോണൻസിന്റെ ഈ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. 3 കമ്പോണൻസ് ആണ്. ഒന്നാമത്തേത് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ്, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന
വേക്കൻസി കൂടി കൺസിഡർ ചെയ്തിട്ട് നിലവിലുള്ള എംപ്ലോയീസ് എത്ര ഉണ്ട് അതിന്റെ ഒരു സ്റ്റോക്ക് എടുക്കുക. അതാണ് അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഫോർകാസ്റ്റിംഗ് മനസ്സിലായോ? അടുത്തത് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്താ അടുത്തത്? ഇപ്പൊ നിലവിൽ ഇത്ര എംപ്ലോയീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ ഇത്ര എംപ്ലോയീസ് വേണ്ടത്. സോ വി ഫീൽ സം ഗ്യാപ്പ്, അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നു. 30 പേരുണ്ട്, ഇപ്പൊ 40 പേര് വേണം, അല്ലെങ്കിൽ 45 പേര് വേണം. അപ്പൊ നമുക്കറിയാം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ 30-ന്ന് 45-ലേക്ക്. സോ ടു മീറ്റ് ദാറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്, അതായത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റേണൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അകത്തുനിന്ന് തന്നെ എംപ്ലോയീസിനെ ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് വേണമെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം. അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് ആ ഒരു രീതി ഉപയോഗിച്ച് ആ ഒരു ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ശ്രമം, അതാണ് റിക്രൂട്ട്മെന്റ്. അതാണല്ലോ റിക്രൂട്ട്മെന്റ് അല്ലെ. പുതിയ ആൾക്കാരെ എടുക്കുന്നു, 30 പേരുണ്ട്, 45 പേരെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഉള്ളിൽ തന്നെ കുറച്ച് വേക്കൻസി അങ്ങനെ ഫില്ല് ചെയ്യും. പക്ഷെ അത്രയും പോരാണ്ട് വന്നു, വീണ്ടും ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇനിയും ആ വേക്കൻസി ബാക്കി കിടക്കാണ്, അത് പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യണോ? ശരി, അങ്ങനെ ചെയ്യും. ആ റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ് സെക്കൻഡ് കമ്പോണന്റ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ. Here, after recruitment, these employees have to be given full training. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ എംപ്ലോയീസിനൊക്കെ ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കണം. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദം ഫുള്ളി. ആ ഹ്യൂമൻ റിസോഴ്സുകളെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. വേണ്ടേ? അല്ലെ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ജോലി കൊടുക്കുന്നു, ആ ജോലി കൊടുക്കുമ്പോൾ വരുമ്പോ തന്നെ ജോലി ചെയ്യാൻ വളരെ എക്സ്പേർട്ട് ആയിട്ടൊന്നും ആയിരിക്കില്ല അവർ വരിക. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചില കുഞ്ഞു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ മാക്സിമം യൂസ് ചെയ്യണം. അവര് പഠിച്ചിറങ്ങിയ ആളുകളൊക്കെയാണ്. ഇപ്പൊ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ പുസ്തകങ്ങളിൽ പഠിച്ച ആ നോളജ് ആണ് അവർക്കുള്ളത്. ആൻഡ് they cannot do it practically. അത് പെട്ടെന്ന് തന്നെ വന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. അപ്പൊ എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കുക. എന്നാലാണ് ആ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ദൈവികം എന്താണ് കുറച്ചുകൂടി മോർ പവർഫുൾ, ആ ഒരു നല്ല രീതിയിലുള്ള എംപ്ലോയീസ് ആയിട്ട് മാറും, പവർഫുൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ട് മാറും. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദം, എന്താ പറയാ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്ര എംപ്ലോയീസിനെ. ഓക്കെ, അവരുടെ എന്താ പറയാ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പല കഴിവുകളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് മേക്സ് ദ എംപ്ലോയീസ് ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും കൊടുക്കുന്ന പരിശീലനം എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ് ആണ്, വികസനമാണ് ശരിക്കും, അല്ലെ? ഇപ്പൊ മാൻ പവർ പ്ലാൻ കമ്പോണന്റിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കമ്പോണന്റ് ആണ് ഫോർകാസ്റ്റിംഗ് പ്ലാൻ, റിക്രൂട്ട്മെന്റ് പ്ലാൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ക്ലിയർ ആയോ? അത് 3 മണ്ഡലമായി ചെയ്യണം. മാൻ പവർ കമ്പോണന്റുകൾ 3: ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ? ചോദിക്കോട്ടെ ഇങ്ങനെ, ഡാഷ് പ്ലാൻ ഈസ് ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ഡെവലപ്പ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. പൊട്ടൻഷ്യൽ റിസോഴ്സസ് അതായത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന്റെ അകത്തുള്ള പല ഉള്ളിലുള്ള കുറെ കഴിവുകൾ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനും ഹ്യൂമൻ റിസോഴ്സുകളെ പരമാവധി ഉപയോഗിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ഓക്കെ, അതന്നെ അങ്ങനെ ഡാഷിട്ട് ചോദിക്കുന്നു, അതുകൊണ്ട് ആ 3 പഠിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് അപ്പൊ നമ്മൾ ഇതിൽ കേട്ട മാൻ പവർ പ്ലാൻ കമ്പോണന്റിൽ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു വേർഡ് ആണ് റിക്രൂട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സിമ്പിൾ ആണ്, ടെക്നിക്കുകളൊക്കെ ഭയങ്കര എളുപ്പമുള്ളതാണ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി കൊടുക്കുക, അല്ലെ? എങ്ങനെ ജോലി കൊടുക്കുന്നേ? വേഗം ആരെങ്കിലും വഴി കാണുന്നവരെ പിടിച്ചോളും ജോലി കൊടുക്കണം? അല്ല. ഡിസ്കവറിംഗ് ദ ടാലന്റഡ് ആപ്ലിക്കൻസ് for the actual or expected organizational vacancy. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഇപ്പോഴുള്ളതും
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസീസും ഫില്ല് ചെയ്യാൻ പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ള ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുക. അതാണ് റിക്രൂട്ട്മെന്റ്. ഡിസ്കവറിംഗ് ആണ് അല്ലെ? അപ്പൊ ഒരുപാട് ആളുകളുണ്ട് കഴിവുള്ളവരൊക്കെ, പക്ഷെ അതിൽ നിന്നും നമ്മൾ കണ്ടെത്തലാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. നമ്മളുടെ ഇപ്പൊ ഉള്ളതും വരാനിരിക്കുന്ന നമ്മൾ എന്താ പറയാ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ വരാനിരിക്കുന്നതായിട്ടുള്ള വേക്കൻസീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുക, ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്ന അർത്ഥം. അത് അണ്ടർലൈൻ ചെയ്തേക്കുക കേട്ടോ. ചെയ്തോ? യെസ്. വീണ്ടും റിക്രൂട്ടിങ്ങിന് മറ്റൊരു ഡെഫിനിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ജോലിക്ക് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കൊണ്ട്, എംപ്ലോയീസിനെ കൊണ്ട് എന്ത് ചെയ്യുക? കാൻഡിഡേറ്റ്സിനെ കൊണ്ടിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. ആ ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടെ ജോലി കിട്ടിയ നന്നായിരുന്നു, അപ്പൊ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ മറ്റുള്ള ആളുകളെ, പുറത്ത് നിൽക്കുന്ന ഇങ്ങനെ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ ആകർഷിക്കുകയും അവരുടെ പൊട്ടൻഷ്യല്, അവർക്കുള്ള കഴിവുകൾ, അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ, നല്ല കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് വിളിക്കുക. ചില ബിസിനസ് ഓർഗനൈസേഷനിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോഴേക്ക് തുരുതുര ആളുകൾ എല്ലാവരും അതിനകത്തേക്ക് പൊതിയും. മനസ്സിലായ? അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു 10 വേക്കൻസി അവിടെ ഉള്ളൂ, പക്ഷെ അവിടേക്ക് ജോലി കിട്ടാൻ എന്താ പറയാ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലൊക്കെയാണ്. ഗവൺമെന്റിലാകുമ്പോൾ ഇഷ്ടംപോലെ എന്തായാലും ആളുണ്ടാവും. കാരണം ഗവൺമെന്റ് ജോലി കിട്ടിയാൽ പിന്നെ ജീവിതം സെറ്റ് ആണ് അല്ലെ? അതുകൊണ്ട് അതേസമയം പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഇതുപോലെ ജോലി കിട്ടുന്ന പറഞ്ഞ അഡ്വർടൈസ്മെന്റ് വരുമ്പോ ഒരു 10 വേക്കൻസി ആയിരിക്കും, പക്ഷെ ഒരു 10,000 ആപ്ലിക്കേഷൻ വരും ചില ഓർഗനൈസേഷനിൽ. കാരണം എന്താ? അവിടെ ഒരു ജോലി അതൊരു നല്ലതാണ്, നമ്മളുടെ ഡിഗ്നിറ്റിക്ക്, നമ്മുടെ സ്റ്റേറ്റസിന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും അല്ലെ, അങ്ങനെ ഒരു റെസ്പെക്ട്ഫുൾ ഒരു പേഴ്സൺ ആയിട്ട് സമൂഹത്തിൽ മാറാനും ഒക്കെ പറ്റുന്ന ഒരു ആളായിരിക്കും അവിടെ ജോലി കിട്ടിയാൽ. ആ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ന ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യണം. കാരണം അത്തരം ഓർഗനൈസേഷന് നമുക്ക് തോന്നുന്നത് നമുക്കറിയാം അതിന് കുറെ സംതിങ് ഡിഫറെന്റ് എന്തൊക്കെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷന് കഴിവുണ്ടെങ്കിൽ അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അപ്ലൈ ചെയ്യും അല്ലെ? അതേസമയം നേരെ തിരിച്ചു വരാം, 10 വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ 10 വേക്കൻസി ഉണ്ടായിട്ട് ആകെ 5-6 ആപ്ലിക്കേഷനാണ് വന്നത്. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ അത്രയും കുറവ് വന്നു? ബിക്കോസ് അത്തരം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് താല്പര്യമില്ല. വേണ്ട, നമ്മുടെ ജോലി കിട്ടിയിട്ട് വലിയ കാര്യമില്ല, അങ്ങനെ ചില ആളുകൾ. അപ്പൊ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് മറ്റ് എംപ്ലോയീസിനെ കൊണ്ട്, കാൻഡിഡേറ്റ്സിനെ കൊണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്ത് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ എന്താ പറയാ അട്രാക്ട് ചെയ്യാനുമുള്ള ആ ഒരു പ്രോസസ്, അതിനെയാണ് റിക്രൂട്ടിംഗ് എന്ന് മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഏത് വേണമെങ്കിലും തന്നിട്ട് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മളോട് ഫില്ല് ചെയ്യണം, എന്താണോ അതനുസരിച്ച് ഫില്ല് ചെയ്യും. Second sentence underline ചെയ്യുക. Recruiting is the process of attracting potential employees and encouraging them to apply for the jobs in the organization. Underline ചെയ്തോ? ഓക്കെ, അടുത്ത പാരഗ്രാഫ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇപ്പൊ പാരഗ്രാഫ് ഇനിയുള്ള ഭാഗമൊക്കെ സിമ്പിൾ ആണ്. റിക്രൂട്ട്മെന്റ് ഒക്കെ തുടങ്ങി പിന്നെ സെലക്ഷൻ, ഇന്റർവ്യൂ, സിമ്പിൾ ആയി നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളിന്ന് കോൺസെപ്റ്റ് തുടങ്ങി ഒന്നുകൂടി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് എടുത്ത് നിർത്തിയത് കോൺസെപ്റ്റുകളാണ്. അവിടെ തുടങ്ങി നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് വന്നു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതിന്റെ പ്രോസസ്സുകൾ ആൻഡ് മാൻ പവർ പ്ലാൻ കമ്പോണന്റ്. അതിൽ 3 കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അതിനകത്ത് വന്ന ഒരു കമ്പോണന്റ് ആയിരുന്നു റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്നുള്ളത്. അതിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഇവരെയൊക്കെ നന്നായിട്ട് വായിച്ച്
പഠിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, സി യു. താങ്ക് യു.